കഴിഞ്ഞ ആഴ്ച ഞാൻ മുത്തുപേട്ടയിൽ പോയി. മഹാനായ ദാവൂദ് അൽ ഹക്കീം വലിയുല്ലാഹി മുത്തുപേട്ട, അള്ളാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടെ നിന്ന് ഏറുവാടിയിൽ പോയി. ഞാൻ ഏറുവാടിയിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞ എന്തെന്നറിയോ? കരഞ്ഞുപോയി. പലരും വന്നിട്ട്, ഉസ്താദെ നിങ്ങൾ വഴുതു പറയുമ്പോ സിഹിറിനെ കുറിച്ചൊന്ന് പറയണം ഉസ്താദ്. ഈ ചെയ്യുന്നവർക്ക് 101 രൂപയും ഒരു വെറ്റിലയും മതി, അല്ലെങ്കിൽ ഒരു മുട്ട മതി. മുട്ടയാണല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ. ഇല്ല, അള്ളാഹു കാക്കമാറാകട്ടെ. നിങ്ങൾ എന്തിങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിരിക്കണേ? മുട്ടയില്ലേ? അല്ലാഹു അലം. ഇടൻ ഇത് മതി നിനക്ക്, നിസാരമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ഉസ്താദിന്റെ മകളെ കണ്ടു. 10ാം ക്ലാസ് പ്ലസ് ടുവിനെങ്ങാണ്ട 1ാം റാങ്ക് വാങ്ങിച്ചു. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഉള്ള ആളാ ചെയ്തത്. അവിടെ ഇങ്ങനെ ഓടി നടക്ക. നരം ശരീരത്ത് മുറിക്കുന്നവർ എന്തൊരവസ്ഥയെന്നറിയോ സഹോദരങ്ങളെ? ഒരിക്കലും സിഹിർ ചെയ്യല്ലോ പെങ്ങളെ. ഒരിക്കലും ഒരാൾക്കും നീ സിഹിർ ചെയ്യരുത്. സിഹിർ വൻപാപവാ. സിഹിർ ചെയ്യുന്നത് വൻപാപവാ. ഇങ്ങനെയുള്ള പെണ്ണുങ്ങള് ഒന്ന് പോകണം ഏർവാടിയിൽ. അവിടെ പോയി നിന്ന് നീ കാണണം പെങ്ങളെ, എത്ര ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ. എത്രയോ. എനിക്ക് ഏറ്റവും വിഷമം, കാസർഗോഡുള്ള എനിക്കറിയുന്ന ഒരു മനുഷ്യൻ 2 നിലയുള്ള കൊട്ടാരം പണിതിട്ടിട്ടുണ്ട്. പക്ഷേ കുടുംബസമേതം അവരുടെ ചെറിയ റൂമിനകത്ത്, ഒരു ബാത്റൂം പോലും നേരെയില്ലാത്ത റൂമിനകത്ത് മാസങ്ങളായിട്ട് കിടക്കുകയാ. എങ്ങനെ കഴിയുന്ന നമുക്കിത് ചെയ്യാൻ? സ്വന്തം കൂടപ്പറപ്പ് നന്നാകുന്നത് നമുക്കിഷ്ടമല്ല. അസൂയ, കുശുമ്പ് എന്തിനാ സഹോദര? നമ്മൾ എന്തിനാ മറ്റൊരുത്തൻ നശിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും അസൂയ വെക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും ആരോടും അസൂയ വേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? എനിക്കുള്ളത് എനിക്ക്, നിനക്കുള്ളത് നിനക്ക്. നമ്മളങ്ങനല്ലല്ലോ. ഓനൊന്ന് എത്തിയും കാരണം അങ്ങനെ നമ്മൾ ചിന്തിക്കാം. ഓനൊന്ന് നശിച്ചു കാരണം, എല്ലാം നഷ്ടപ്പെട്ട് കാണണം, ഇതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ? എവിടെ കൊണ്ട് കഴുകും പെങ്ങളെ ഈ പാവം? പെണ്ണുങ്ങളാ കൂടുതലും, ആണുങ്ങളെക്കാരില്ലേ ഈ പണിക്കൊക്കെ? അവിടെ ഇവിടെയും പോയിട്ട് ചെയ്യുന്നത് ആണുങ്ങളെക്കാരും കൂടുതൽ. നീയൊക്കെ രക്ഷപ്പെടുവോ സഹോദരി? എത്രയോ പേര്. ഞാനൊരു മനുഷ്യനെ കണ്ടു, അദ്ദേഹം എന്റെ അടുക്കൽ വന്നിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ എന്റെ വാപ്പ മരിച്ചു ഇവിടെ വെച്ച്, എന്റെ ഉമ്മ മരിച്ചു, എന്റെ മകനും മരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ പറഞ്ഞു ഞാനും എന്റെ ഭാര്യയും ഉള്ളെന്ന്. ഇപ്പൊ പോയപ്പോ പറഞ്ഞു ഭാര്യയും മരിച്ചു, ഇനി ഞാൻ മാത്രം. എത്രയോ പേര് സഹോദരങ്ങളെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വല്ലാഹി നിങ്ങൾ രക്ഷപ്പെടൂല. മറ്റൊരാൾ നശിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങൾ ചെയ്ത് തകർക്കാൻ നോക്കുന്നവർ, നിങ്ങൾ നിങ്ങളുടെ ജീവിതവാ തകർക്കണേ. നിങ്ങളൊരു അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരുത്തൻ നശിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു ഹാഫിളായ പയ്യനെ ഞാൻ കണ്ടു. ഹാഫിളായ, അവന്റെ നാക്ക് മുറിഞ്ഞു, കൈയൊക്കെ കാണിച്ചെന്ന്, കൈയൊക്കെ മുറിച്ചു വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, അവൻ ഖുർആൻ പഠിച്ചവനാ. അവസാനം എന്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് ഏറ്റവും വലിയ വേദന എന്തെന്നറിയോ? ഇതിനെക്കാളും വലിയ വേദന എന്തെന്നറിയോ? ഇത് ചെയ്തതാരാണെന്ന് അറിയുമ്പോഴാ ഉസ്താദ് നെഞ്ചു പൊട്ടിപ്പോകണേ. നമ്മുടെ സ്വന്തം ഉമ്മയുടെ സഹോദരി, വാപ്പയുടെ സഹോദരി, സ്വന്തം കൂടപ്പറപ്പ്, ഉമ്മയുടെ ഇങ്ങനെയുള്ളവർ ചെയ്തതായി എന്ന് അറിയുന്ന സമയത്തുണ്ടാകുന്ന വേദന. അവസാനം ഇറങ്ങുമ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ 8 മാസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഖുർആൻ മറന്നു തുടങ്ങി, ദുആ ചെയ്യണേ, അള്ളാഹു അവന് ഓർമ്മശക്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അസൂയ വല്ലാതെ കൂടുകയാ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എഴുതി വെച്ചിരിക്കുന്ന പൈസ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുവോ? നിങ്ങൾ പറ, കിട്ടുവോ? ഉറക്കെ പറ, കിട്ടുവോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു എഴുതി വെച്ചിരിക്കുന്ന എനിക്ക് കിട്ടുവോ? കിട്ടൂല. പിന്നെന്തിനാ? എനിക്ക് അള്ളാഹു പത്തനാപുരത്ത് കിടക്കുന്ന എനിക്ക് അള്ളാഹു ഇന്ന് ഇവിടെ ഒരു വീട്ടിൽ റിസ്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ റിസ്ക് തിന്നാൻ ഞാൻ ഇവിടെ വന്നില്ലേ? ഈ ലോകത്ത് എവിടെയൊക്കെ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ അത് അവിടെ പോയി തിന്നുക തന്നെ ചെയ്യും. എന്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ ആരെങ്കിലും തിന്നുവോ? ഇല്ല. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നിനക്ക് വരത്തുള്ളൂ. നീ എന്തിനാ അസൂയ വെക്കുന്നേ? ഇവിടെ ബോട്ടിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ടല്ലോ സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിക്ക്. നിങ്ങളോട് ഞാൻ എന്താ പറയുക? ഞാനിപ്പോ ജീലാനിയിലൊക്കെ ഇടയ്ക്കൊക്കെ പോകും, നജാത്തിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത്, പടച്ചവനെ, ഒരു ബോട്ടുകാരൻ പോകുമ്പോ അവന് മീനില്ല, തൊട്ടു പുറകിൽ വരുന്നവൻ അവിടെ വലയിട്ട് മീൻ പിടിക്കുന്നു. അതാ മനസ്സിലാക്കണ്ടേ? ഇവര് മെഷീനും വെച്ചുകൊണ്ട് നടക്കുക, ചോദിക്കുമ്പോ പറയും മീനില്ല, മീനില്ല, മീനില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാ സഹോദര. അസൂയ ഒരിക്കലും വെക്കരുത്. നിങ്ങൾ ചിന്തിക്കുമല്ലോ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ബോറടിക്കണുണ്ടാ? ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. നമ്മൾ ചില ആൾക്കാർ എന്ത് ചെയ്താലും രക്ഷപ്പെടും, ഇല്ലേ? ചില ആൾക്കാർ എന്ത് ചെയ്താലും രക്ഷപ്പെടും. അവൻ എന്ത് ചെയ്താലും അവന് വിജയിക്കാറുണ്ട്. നമ്മൾ ചോദിക്കും, ഉസ്താദെ അവനും മീൻ പിടിക്കുന്നു, ഞാനും മീൻ പിടിക്കുന്നു, ഓൻ വീടും വെച്ചു രാജാവായി, ഞാൻ ഇപ്പോഴും പാവപ്പെട്ടവനാ.
അവൻ ചെയ്യണ അതേ ജോലി തന്നെയല്ലേ ഞാനും ചെയ്യണേ. ഒരു ഉമ്മയുടെ കൂടപ്പുറപ്പ്, ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന മക്കളല്ലേ ഞങ്ങൾ രണ്ടുപേരും. അവന് വീടായി, എനിക്കുന്നവരെ വീടായില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെച്ചാൽ, ആരെങ്കിലും അസൂയ വെച്ചാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? അല്ലാഹ് നീ അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല, നീ കാണിച്ചത് നീതിയല്ല എന്നതിനർത്ഥം. അല്ലാഹുവേ നീ അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല, ഇത് നീതിയല്ല എന്ന അതിനർത്ഥം. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, മറ്റാരോടെങ്കിലും നിങ്ങൾ അസൂയ വെച്ചാൽ അള്ളാഹു നിനക്ക് 8ന്റെ പണി തരും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഉദാഹരണം, ഇവിടെ ഏറ്റവും കൂടുതൽ പേര് മീൻ പിടിക്കാൻ പോകുന്നവരല്ലേ. ഇവിടെ ഏതെങ്കിലും ഒരു ബോട്ടുകാരൻ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. അവന് മീൻ കിട്ടാറുണ്ട്, നിന്റെ ബോട്ടിൽ മീനില്ല. അപ്പൊ നീ പറയും, പടച്ചവനെ ഓന് മാത്രം എന്നും മീൻ, എന്തുവാ ഇവൻ എന്താ പരിപാടി, അവനോട് അസൂയ വെച്ചുകൊണ്ടിരിക്കും. നീ അവൻ അസൂയ വെച്ചുകൊണ്ടിരിക്കും. നീ അല്ലാതെ അല്ലാഹ് എനിക്ക് താന്നല്ലേ ചോദിക്കണേ. പടച്ചവന് കൊടുത്തല്ലോ, അല്ലാഹ് കൊടുക്കട്ടെ. അവൻ എഴുതി എനിക്കൂടെ താന്നല്ലേ പറയണേ. പടച്ചവന് എന്താ അല്ലാഹ് ഇവന് മാത്രം, ഇവൻ എന്തോ പരിപാടി ഉണ്ടടാ പടച്ചവനെ. എപ്പോഴും നിനക്ക് അവനോട് അസൂയ. അവൻ എന്ത് ചെയ്യും? രണ്ടാമതൊരു ബോട്ട് കൂടെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ എടുക്കും. അവൻ എന്ത് ചെയ്യും? ആകെ ഒരു ബോട്ടേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ടാമതൊരെണ്ണം കൂടെ അവൻ എടുക്കും. നിന്റെ ഉള്ള ബോട്ടും എത്തിങ്ങാനയിലാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ പണി. നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു അവനെ വളർത്തും. നിന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ ആ മനുഷ്യൻ അള്ളാഹു വളർത്തുകയാണ്. അള്ളാഹു നിന്നെ തരം താറ്റുകയാണ്. കൂടെ നഷ്ടപ്പെടുത്തി കളയുന്നതെന്തിനാ? അതുകൊണ്ട് പെങ്ങളെ, ലോകത്തൊരാളോടും നിനക്ക് അസൂയയില്ല.